ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. എല്ലാവർക്കും ഡോട്ട് ഫ്രം യൂണിവേഴ്സിൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ്, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുതിയ റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. പക്ക നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്, നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു പീരീഡ്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളൊരു ചേഞ്ചിങ് പീരീഡിലാണ് നിൽക്കുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും 3 പ്രാവശ്യം നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നിങ്ങളുടെ സെൽഫ് കെയർ, നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചിന്തിക്കുക. ഓക്കെ, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത റീഡിംഗ് ആണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഓക്കെ, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് അനുഭവിച്ചു കൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാർഡ്സ് നോക്കാം. എന്താണ്? ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. നിങ്ങൾ നിങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ അനാവശ്യമായിട്ടുള്ളതോ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് ഒരു കാർഡ് കൂടെ നോക്കാം. ഒരു കാർഡാണ് നോക്കാന്ന് വിചാരിച്ചത്, അപ്പോൾ 2 കാർഡ് വന്നിട്ടുണ്ട്. സോ കാർഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, സോ എല്ലാവർക്കും കാർഡ് കാണാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. കാർഡ് കാണാൻ സാധിക്കും. ഓക്കെ, ഓക്കെ, സോ ഇതിലേക്കൊരു സ്റ്റോറി പോലെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം വരുന്നുണ്ട്, കരിയർ വരുന്നുണ്ട്, നിങ്ങളുടെ ഒരു സെൽഫായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് പേര് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു പാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ തന്നെ ഉള്ളിൽ ഭയങ്കര ബ്ലോക്കേജസ് വരുത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതൊരു സന്തോഷമായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ അതിനെയൊന്നും വരാനായിട്ട് സമ്മതിക്കുന്നില്ല, ഒന്നും കൈനീട്ടി വാങ്ങിക്കുന്നില്ല. മേ ബി നിങ്ങൾ അറിയാണ്ട് പോലെ ഏതെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ കഴിഞ്ഞ പാസ്റ്റിൽ, മേ ബി കുറച്ച് പേർക്കെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ വേണ്ടെന്ന് വച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരുടെ കാര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പാസ്റ്റ് നോക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പ് ആയിരിക്കാം. ചിലവർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പ്രമോഷൻ കിട്ടാത്തൊരവസ്ഥ, സെയിൽസിലെ ടാർഗറ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, ഫ്രണ്ട്സിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് പേർക്ക് ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, മേ ബി ഫിനാൻഷ്യൽ ആയിട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പാസ്റ്റിൽ. ഇപ്പോഴും ആ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സ്റ്റേജ് പൂർണ്ണമായിട്ട് കടന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു മിഡിലായിട്ടുള്ള ഇപ്പോൾ നിങ്ങളൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം വന്നാലും നേരിട്ടേ പറ്റത്തുള്ളൂ. ഇങ്ങനെ എപ്പോഴും ബ്ലോക്കേജസ് ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നവും വിഷമമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എന്ത് കാര്യം വന്നാലും നേരിടണം എന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു ഉറപ്പുണ്ട്. പക്ഷെ മുമ്പ് അങ്ങനെയായിരുന്നില്ല. മുമ്പ് നിങ്ങളുടെ ഉള്ളിലായാലും ശരി, മെന്റാലിറ്റി പുറമേയാലും അല്ല, നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഈ പേഴ്സൺ എന്താ വല്ലാതിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഫീല്, മീൻസ് നിങ്ങളെ കാണുമ്പോൾ നെഗറ്റീവ് എന്നല്ല, അവർ പോലും അറിയാതെ അവരുടെ എനർജി ഒരു ഇതാവുന്നത്. കാരണം നിങ്ങൾക്ക് അത്ര അടുപ്പമുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവരുടെ ഒരു എനർജി ഒരു ഇതാവുന്ന പോലെ തോന്നില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ അത്രയ്ക്ക്, അത് നിങ്ങളുടെ ഒരു കുറ്റമല്ല, നിങ്ങളുടെ എനർജി അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്.
ഓക്കെ, ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുന്നുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ടോട്ടലി എന്തൊക്കെ നിരാശ, നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. കുറെ പേർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പോ ഫിനാൻഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഒരു പാത്ത് എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സിന് ബ്ലെസ്സിങ്സ് തരണമെങ്കിലോ ഫിനാൻഷ്യലായിട്ടുള്ള അബണ്ടൻസ് തരണമെങ്കിലോ സ്നേഹമാണെങ്കിലും എന്ത് തന്നെ തരണം എന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങളുടെ ബ്ലോക്കേജസ് പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്കേജസ് പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രമിക്കുക. ഓൾറെഡി കുറച്ച് പേര് മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ വിഷമവും തടസ്സങ്ങളും മാത്രം മാറിയാലേ നിങ്ങൾക്ക് പുറമേ ഉള്ള അവസരങ്ങൾ ഒരുപാട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ ഡയറക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ ഇറങ്ങിയാലേ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു മാജിക്കൽ പോലെ ലോട്ടറി അടിച്ച പോലെ ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്നൊന്നും വരത്തില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ തയ്യാറാണ്. ചിലവർക്കും അറിയാം. ഈ കൂടുതൽ ഇൻറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻറ്റ്യൂഷൻ ഭയങ്കര ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇടുന്നില്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പുഷ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോസിബിൾ ആയിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സ് 100% തരാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളൊരു 50% വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 25 to 30% നിങ്ങളുടെ സൈഡിൽ നിന്ന് നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ ശ്രമിക്കുക. ഈ ബ്ലോക്കേജസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെയാണ് പ്രശ്നം. പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്നിട്ട് പോയിട്ട് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും ലോസസോ എന്ത് തന്നെയാണെങ്കിലും അതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴോ പുതിയൊരു അവസരം വരുമ്പോഴോ നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗട്ട് ആകുന്നുണ്ട്. ഇതും അതുപോലെ ആയി പോകുമോ, ഇവിടെ എനിക്ക് ലോസ് ഉണ്ടാവുമോ, ഇവിടെ എനിക്ക് എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കും, അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ അലട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ലെസൺ ആണ്. അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോഴാണ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പവർ ആവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തരുന്നത്. ഇപ്പോൾ ഏതാണ്ട് കുറെ പേർക്ക് തന്നെ അറിയായിരിക്കാം, മുന്നോട്ട് പോകുന്ന സമയത്ത് ഫിനാൻഷ്യലി എങ്ങനെ ഡീൽ ചെയ്യണം, ആൾക്കാരെ എങ്ങനെ കാണണം എന്ന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മിക്കവാറും പേരും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ലെസൺസ് കിട്ടി. ഇപ്പൊ ചെയ്യേണ്ട എന്താണ്, നിങ്ങളുടെ ബ്ലോക്കേജസ് മാറ്റുക. അത് നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ പറ്റത്തുള്ളൂ. ഈ ബ്ലോക്കേജസ് മാറ്റുന്ന ഇപ്പോൾ എനിക്ക് കുറച്ചൊരു അതെങ്ങനെ മാറ്റുക, അതിനിപ്പോ പല വഴികളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ചിലർക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മാറുമായിരിക്കും. മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ പേർക്കൊക്കെ പ്രശ്നമാണ്, അതൊന്നും സാധിക്കത്തില്ലല്ലോ, പ്രശ്നമാണെന്ന്, പറ്റില്ലല്ലോ എന്നുള്ളത്. ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അടിപൊളി സംഭവമാണ്. എനിക്ക് ഫസ്റ്റ് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. നിങ്ങളുടെ ഒരു പ്രെയർ അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് കെയർ, സെൽഫ് ഗ്രോത്ത്, നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നടക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, നിങ്ങളെ തന്നെ കെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബുക്ക് റീഡിംഗ് ഉള്ളവർ നല്ല ബുക്സ് വായിക്കുക. അത് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ്. ഓക്കെ, ബുക്ക് റീഡിംഗ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതും ഈ പറയുന്ന എല്ലാ കാര്യവും നമ്മളുടെ സ്വന്തം ഹെൽത്ത് നോക്കുന്നതായിക്കോട്ടെ, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ സെൽഫ് കെയറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കേജസ് മാറുന്നതും മുന്നോട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും, നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് ഇഷ്യൂ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അതിലോട്ട് ഇറങ്ങാൻ സാധിക്കുന്നതും. ഓക്കെ, മുമ്പ് നടന്ന കാര്യമായിക്കോട്ടെ, അത് എന്ത് തന്നെയാണെങ്കിലും, എന്ത് ലോസ് തന്നെയാണെങ്കിലും ഇപ്പോഴും അതിന്റെ ഒരു വിഷമം, അവിടെ നടന്ന നല്ല കാര്യങ്ങളായിക്കോട്ടെ ചീത്ത കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കുറെ പേർക്ക് നല്ല ഓർമ്മകളാണ് നഷ്ടമായത്. കുറെ പേർക്ക് എന്തൊക്കെയോ വല്ലാത്ത വിഷമം, നിങ്ങൾ ആ ഒരു കടന്നു പൊക്കിയോടുന്ന സ്റ്റേജിലേക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ എങ്ങനെ ഞാൻ അതൊക്കെ തരണം ചെയ്ത് ഇവിടെ വന്നു എന്ന് നിങ്ങൾക്ക് ചിലവർക്ക് നിങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് പ്രൗഡുണ്ട്. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വരെ എത്തിയില്ലേ. പക്ഷെ ഇനി നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്
എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ അബണ്ടൻസ് ആയിക്കോട്ടെ, ക്യാഷ് വരായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും മുന്നോട്ട് വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്തായാലും ആവശ്യമുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ മാറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്, വേറെ ആർക്കും അത് സാധിക്കില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ബ്ലോക്കേജസ് ഒക്കെ ഉള്ളവർ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. കുറച്ചൊന്ന് മാറ്റിയാൽ മതി. എല്ലാ മനുഷ്യന്മാർക്കും എല്ലാം മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, എല്ലാം മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കുറച്ച് നിങ്ങളൊന്ന് കെയർ ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നത് ഒന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഡയറ്റ് എടുത്തിട്ട് ഹെൽത്ത് കെയർ ചെയ്തിട്ട് ഒന്ന് നിങ്ങളുടെ ഫുഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് അങ്ങനെയുള്ള ചേഞ്ചസ് എങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. അത് തന്നെ വലിയൊരു മാറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമാവും, ക്ലിയർ ആവും. നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കുറച്ചുപേര് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ചെയ്യാൻ പറ്റും. നമ്മൾ കാശ് കൊടുത്ത് എല്ലാം ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എല്ലാം വരും അതില്. എന്താ, ഇപ്പോ അസുഖമുള്ള ആൾക്കാർ, അതായത് വീട്ടിൽ വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, അവർക്കിപ്പോ ഒന്ന് വയ്യാണ്ടായാലും അവരിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അവർ കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്യുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം യൂണിവേഴ്സ് കാണുന്നതല്ലേ. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യത്തിൽ എൻഗേജ്ഡ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഈ മുമ്പുണ്ടായ പാസ്റ്റ് കാര്യങ്ങളൊന്നും നിങ്ങളെ ഒരിക്കലും അഫക്ട് ചെയ്യാനും പോകുന്നില്ല മുന്നോട്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, ഇത്രയും ഞാൻ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് വന്നത് ഹെൽത്ത് തന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, മനസ്സിലുള്ള എന്തോ പറയുന്ന പാസ്റ്റിലുള്ള ഗാർബേജസ്, അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് ഈ പൊക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ, യൂണിവേഴ്സിന്റെ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെ മാറ്റാനായിട്ടുള്ള ചീട്ട് നിങ്ങളിൽ തന്നെ ഉണ്ട്, നിങ്ങളിൽ തന്നെ താക്കോലുണ്ട്. പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ, നിങ്ങളത് ചെയ്താൽ മാത്രമായിരിക്കും ലൈഫിൽ സംതിങ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക. പിന്നെ ഹെൽത്തിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.